5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ MR അജിത് കുമാർ അടുത്ത DGP ആകുമോ? DGP ആകാനുള്ള 6 അംഗ പട്ടികയിലേക്ക് MR അജിത് കുമാറിൻ്റെയും സുരേഷ് രാജ് പുരോഹിതിൻ്റെയും പേര് സ്റ്റേറ്റ് കൊടുത്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് 30 വർഷത്തെ സർവീസും DGP റാങ്കും ഇല്ലാത്തത് കൊണ്ട് ശ്രീ MR അജിത് കുമാർ IPSനെയും സുരേഷ് രാജ് പുരോഹിത് IPSനെയും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നൊരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുമ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി വീണ്ടും MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് യോഗേഷ് ഗുപ്ത IPSൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് UPSC 8 പ്രാവശ്യം സ്റ്റേറ്റിന് കത്ത് കൊടുത്തെങ്കിലും 8 പ്രാവശ്യവും അത് ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവസാനമായി 8ാമത്തെ തവണയും ക്ലിയറൻസ് കൊടുക്കണം, UPSC ലിസ്റ്റിലേക്ക് കയറ്റാൻ ക്ലിയറൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് കൊടുത്തിട്ടുമില്ല. അപ്പോൾ 30 വർഷത്തെയും അതുപോലെ തന്നെ DGP റാങ്കുമുള്ള ആളിനെ മാത്രമേ ആക്കുകയുള്ളൂ എന്നുള്ള UPSCയുടെ പിടിവാശി കിടക്കുമ്പോഴാണ് സ്റ്റേറ്റ് പറയുന്നത് അനിൽ കാന്ത് IPSനെ നേരത്തെ DGP ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനപ്പോൾ 30 വർഷത്തിൻ്റെ സർവീസിൻ്റെ പ്രശ്നത്തിന് പുറമെ അതുണ്ടായിരുന്നു. അതേസമയം ADGP റാങ്കിലിരുന്ന ആളാണ്. അപ്പോൾ അതിന് UPSC പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ആൾ അതിനകത്ത് ലിസ്റ്റിൽ വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് കേന്ദ്രം UPSC ഒഴിവാക്കി. അതുപോലെ തന്നെ മറ്റ് ഡെപ്യൂട്ടേഷനിലിരിക്കുന്ന ആളുകളെയും UPSC ഒഴിവാക്കി. അങ്ങനെ വന്നതുകൊണ്ട് ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് അനിൽ കാന്തിന് ഒരു ചാൻസ് വന്നത്. അതുകൊണ്ടാണ് ADGP ആയി അനിൽ കാന്തിനെ പരിഗണിക്കുക വേണ്ടത്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ മനോജ് എബ്രഹാമും അതുപോലെ തന്നെ ഈ യോഗേഷ് ഗുപ്തയും അതുപോലെ തന്നെ സുരേഷ് രാജ് പുരോഹിതും നമ്മുടെ MR അജിത് കുമാർ ഒരു വലിയ സംഘം തന്നെയുണ്ട്. അപ്പോൾ ആരാകും അടുത്ത DGP എന്ന് അറിയുവാനുള്ള ഒരു കൗതുകം ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലുണ്ട്. പോലീസ് സേനയിലൊക്കെ വളരെ പ്രത്യേകിച്ചുണ്ട്. ആരായിരിക്കും ഇനി ഇതുണ്ട്. ഇതിൽ വലിയ താല്പര്യമുള്ള ഒരാൾ പുറത്തുണ്ട്. അതും കൂടി പറയാം നമുക്ക്. PV അൻവർ MR അജിത് കുമാറും ആയിട്ട് വലിയ പോട്ടിയിലാണ്. MR അജിത് കുമാറും മുഖ്യമന്ത്രി ഓഫീസിലെ ശശിയും കൂടി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും തമ്മിലുള്ള ഒരു നെക്സസ് ആണ് അൻവറിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും അവർ അത് അഴിമതിയൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞ് അൻവറിൻ്റെ ചില വാദങ്ങളും ചില തർക്കങ്ങളും ഒക്കെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം MR അജിത് കുമാറിനോട് ഒരു താല്പര്യമില്ല. അൻവറിൻ്റെ താല്പര്യം നോക്കിയിട്ടല്ല DGP ആകുന്നത്, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിയുടെയൊക്കെ താല്പര്യം നോക്കിയിട്ടാണ്. എന്തായാലും ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ വാക്കുകൾക്ക് വലിയൊരു സ്ഥാനമുണ്ടായിരിക്കും. കാര്യം IAS എന്നുള്ള നിലയിൽ, ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കിന് വലിയൊരു വിലയുണ്ടായിരിക്കും. അദ്ദേഹം പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കായിരിക്കും. ഇതെല്ലാം ഫൈനലായി തീരുമാനിക്കുന്നത് പിണറായി വിജയനും മുഖ്യമന്ത്രി ഓഫീസായിരിക്കും. അവിടെ അപ്പോൾ ശശിക്കും മുഖ്യമന്ത്രി ഓഫീസിലുള്ളവർക്കും അവിടെ പ്രദീപ് കുമാർ MLA പഴയ MLAയ്ക്കും ഒക്കെ വലിയ റോൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഓഫീസായിരിക്കും ഫൈനൽ ഡിസിഷൻ കയറ്റുന്നത്. എന്തായാലും MR അജിത് കുമാറിന് വേണ്ടി ശക്തമായ പിന്തുണ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വീണ്ടും UPSCയോട് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മർദ്ദത്തിൽ UPSC വീണിട്ടില്ല. നമുക്കറിയേണ്ടത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം, ആരാകും DGP? അതിൽ അജിത് കുമാറിൻ്റെ പേര് കയറി വരുമോ, അതോ ADGP ആയിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് DGP റാങ്ക് ഇല്ലാത്തതുകൊണ്ട് 30 വർഷത്തെ സർവീസ് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ലിസ്റ്റിൽ നിന്ന് UPSC ഒഴിവാക്കുമോ, യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് കൊടുക്കുമോ, അതുപോലെ തന്നെ ഇനി ആരാണ് ഇതിനകത്ത് വരാൻ കഴിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. നമുക്കെന്തായാലും ലെറ്റ് us വെയിറ്റ്, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. എന്തായാലും DGP ഉണ്ടാകും.